ഞാനത് പറയുമ്പോൾ 3 പേരും കോംപ്രമൈസേഴ്സ് വിചാരിക്കരുത്. ഒരിക്കലുമില്ല. 3 പേരോടും ഞാൻ പറയുന്നത് 3 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരെങ്ങനെ ഗ്രാസ്പ് ചെയ്യുന്നു നമുക്ക് ഒരേ ചോദ്യം 3 പേര് ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം പുതിയ ടെക്നോളജി പഠിച്ചു. പൊളിറ്റിക്കലി കറക്റ്റ് ആവണ്ടേ അതുപോലെ. അതില് പേടിച്ചിരിക്കായിരുന്നു. അല്ല, നമ്മള് പല കാര്യങ്ങളും സംസാരിച്ചു നമുക്ക് അറിയാലോ ഒരാളുകളെ. ഞാൻ ഒരു കൗതുകം എന്ന നിലയിൽ മാത്രം ചോദിച്ചാൽ. അല്ലല്ല, ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള മറുപടിയാണ്. കാരണം ഒരിക്കലും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അസ്കർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിൻ്റെ കോംപ്ലക്സിറ്റി അല്ല ഈ ഗോകുൽ ചെയ്ത ഒരു ക്യാരക്ടറിന്, അതല്ല രാഹുൽ ചെയ്തത്. 3 ലെവൽസിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഗോകുലിനോട് പറയുന്ന പോലെ അതിങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് ഒരിക്കലും അസ്കറിനോട് പറയേണ്ടി വരില്ല. അത് തന്നെ രാഹുലിന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ ഇവരോടുള്ള അടുപ്പം എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ 3 പേരായിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഈസിയാണ്, കാര്യങ്ങൾ പറയുന്നത്. 3 പേരോട് ഒരേപോലെ തന്നെ അടുപ്പമുണ്ട്. പിന്നെ തീർച്ചയായും പറയേണ്ടത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണല്ലോ ഒരാൾക്ക് വേണ്ടത്, അല്ലേ? താങ്കളൊക്കെ അല്ല, ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അങ്ങനെ ഈ എൻ്റെ പ്രായം എന്നെ ബാധിക്കാൻ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജനറേഷനിലെ ആൾക്കാരും ആയിട്ടും ഞാൻ വളരെ സിംഗിൾ പോകുന്ന വ്യക്തിയാണെന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അത് ഇവരാണ് പറയേണ്ടത്. അല്ല, ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വളരെ ഒരു റാഡിക്കൽ ഇതായിരുന്നു, കുറച്ച് കൂടുതൽ ഇപ്പോഴത്തെ നമ്മൾ ന്യൂ ജനറേഷൻ സി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചിന്താഗതിക്കാരനായിരുന്നു തോന്നുന്നു. എന്നെ അപ്പോൾ അന്ന് കുറേ ആൾക്കാർ ചീച്ച വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ആ പ്ലേസ്മെന്റ് കറക്റ്റായി, ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായി ഒരു പാഠം കറക്റ്റായിരുന്നു, അല്ലേ? രാവിലെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റുകളെ കുറിച്ച് ഞാൻ സുഖമായിട്ട് സംസാരിച്ചിരുന്നു. രാവിലെ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കേസ് ഡയറിയാണ്, അല്ലേ? ഒരു പോലീസിന്റെ ഒരു അന്വേഷണമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് ചേർത്താണ് പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? സുഖേട്ടൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്നും കണ്ട വ്യക്തി, അല്ലെ? ആദ്യമായിട്ടായിരിക്കും ഒന്നിക്കുന്നത് എനിക്ക് തോന്നുന്നു, അല്ലെ? സുഖേട്ടൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്ല, ഇടയ്ക്ക് പക്ഷെ രാഹുലിന് നല്ല പരിചയം കേട്ടോ. അതിന് മുമ്പ് തന്നെ വർക്ക് ചെയ്യുന്ന എപ്പോഴാണ് പരിചയം. നമ്മളെ പോലെ തന്നെയാ പരിചയമുണ്ട്. അല്ല, അതല്ല, ചേട്ടന്റെ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രേട്ടന്റെ പടത്തിൽ ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു. ചന്ദ്രേട്ടന്റെ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ശ്രീലങ്കയിലായിരുന്നു ആ പടത്തിന്റെ ഷൂട്ട്. ആ പടത്തിന്റെ പേര് അത് മറന്നുപോയി. ആ പടത്തിൽ സുഖേട്ടൻ്റെ അസിസ്റ്റൻ്റാണ് ക്യാമറ ഹാൻഡിൽ ചെയ്തത്. അനിയൻ ചിത്രശാല എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അനിയട്ടനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയാം, ചന്ദ്രൻ്റെ കൂടെ ഇവരെല്ലാവരും ഒരുമിച്ചാണ് ചെന്നൈയിൽ പടം തുടങ്ങുന്നത്. എന്ന് 19 what years ago was your first this thing? 1985. ചന്ദ്രൻ സ്റ്റാർട്ട് ബിഫോർ ദാറ്റ് 1970s. അപ്പോൾ അന്നത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, വിത്ത് ലിമിറ്റഡ് ഒരു ക്യാമറയും ഒരു അങ്ങനെ വലിയ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഒരു സോണിയുടെ ക്യാമറ എന്തോ ആണ്, സോണിയും അല്ലെന്ന് തോന്നുന്നു. അല്ല, നമ്മൾ സോണി വന്നിട്ടില്ല. സോണി വന്നല്ല, കാനന്റെ ഒരു ക്യാനും 2-3 ലെൻസും അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളത് ഔട്ട് കാണണം. ഞാൻ ഞെട്ടിപ്പോവും. അതാണ് ആ സമയം. അതാണ് ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന റിവേഴ്സ് ക്യാമറ ആക്സിഡന്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന റിവേഴ്സ് ഷോട്ടൊക്കെ എടുത്തത്. നമുക്ക് എങ്ങനെയാണ് എടുത്തത് എന്ന് ഇപ്പോഴും എനിക്ക് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കൂല. അന്ന് ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അന്നൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു സുഖേട്ടനടുത്ത്, ചന്ദ്രേട്ടനെന്ന് പറഞ്ഞായിരുന്നു. സുഖേട്ടൻ ഷോ ലൊക്കേഷൻ വന്നപ്പോഴും പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്താൽ കൊള്ളാമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ പുറത്താണ് എന്താണെന്ന് അറിയില്ല, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ തന്നെ ഞാൻ സുഖേട്ടൻ ക്യാമറ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്. ഓബിയസ്ലി എന്ത് വലിയ എക്സ്പീരിയൻസിൽ വന്നപ്പോഴാണ് മാർക്കറ്റി മനസ്സിലായത്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.